ഭഗവാൻ വാസുദേവൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹം ആരാ ചോദിക്കേണ്ട കാര്യമില്ല, അറിയാത്തവർ ആരുമില്ല. ഓ, കൃഷ്ണനെ അറിയില്ലേ? എന്നാ മുഖമൊക്കെ കൃഷ്ണൻ, ഓ, കൃഷ്ണനെ കേൾക്കാത്തവരാരുമില്ല. സകല ആളുകൾക്കും ഭഗവാനെ ഇഷ്ടം. കുട്ടികളോട് ചോദിക്കുക, ആരെയാ ഇഷ്ടം? കൃഷ്ണൻ, അതാണ്ടാവുള്ളൂ. പ്രായമായ ആളുകളുണ്ട്, ചോദിച്ചു നോക്കുക, ആരെയാ? എനിക്ക് കൃഷ്ണനെ കണ്ടോണ്ട് അങ്ങോട്ട് പോയാൽ മതി അല്ലേ? ചോദിച്ചു നോക്കൂ, അവർക്കൊക്കെ കൃഷ്ണനെ ഇഷ്ടം. സുന്ദരിമാര് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം ചാടി മുമ്പിലേക്ക് ചാടി വീഴും. ഓരോന്നിനെ കണ്ടാൽ തന്നെ പേടിയാവും അല്ലേ? അവർക്കൊക്കെ ഭഗവാൻ, ഇങ്ങനെ സർവ്വ ആളുകൾക്കും ഭഗവാനെ ഇഷ്ടം. ആ ഭഗവാൻ ദ്വാരകാധിപതിയായിരിക്കുമ്പോൾ ദ്വാരകയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാ? ദ്വാരക കണ്ടാൽ ദ്യാമേവ പ്രതിബിംബിതാം ജലനിധൗ, സ്വർഗം പ്രതിബിംബിക്കുകയാണോ തോന്നുന്ന. സകല ആളുകൾക്ക് സുഖമാണ്, ഭഗവാനാണ് ഭരണം. ഇവിടുത്തെ അവസ്ഥയല്ല അല്ലേ? ഇപ്പം ഭഗവാൻ അന്വേഷിക്കണോണ്ട് ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ? ഒരാൾ പോകുന്നുണ്ടല്ലോ ഇതിൽ കൂടെ, സങ്കടമുള്ള ആളാ തോന്നുന്നുണ്ടല്ലോ. ആ, ആരാത്? ഓ, പാതാള രാജ്യത്ത് നിന്ന് വന്ന രാജാവും രാജകുമാരി എൻ്റെ കൂടെ ദ്വാരകയിൽ കൂടെ അവിടെ ഇരിക്കാം, ഇരുന്നോളൂ. ഇങ്ങനെ സകല ആളുകളും. ദേവേന്ദ്രനല്ലേ ആ വരണത്? ദേവേന്ദ്രൻ എന്താ മൂലയ്ക്ക് അവിടെ നിന്നത്? ഇങ്ങോട്ട് എഴുന്നള്ളാലോ, ഇവിടെ വരൂ ദേവേന്ദ്രൻ, ഒന്ന് എഴുന്നള്ളിച്ചു. അതാ വരണ്ട വജ്രായുധമൊക്കെ പുറകെ പിടിച്ചിട്ടാ വരണേ. ദേവേന്ദ്രൻ വരൂ. എന്നോട് എന്തൊരു ബഹുമാനം നോക്കാം, മൂലയ്ക്ക് അവിടെ മേപ്പെട്ടു നോക്കുന്നത്. ഇങ്ങോട്ട് എഴുന്നള്ളാം. അപ്സരസുകളുടെ ഇടയിലേക്കാണല്ലോ പോണത്, ഇങ്ങോട്ട് വരണില്ലല്ലോ. ഞാൻ ഇന്ന് മാത്രമല്ല, ആ ഭരണത്തിൽ എന്തെങ്കിലും പോരായുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിക്കലുണ്ട് ഇല്ലേ? ഇപ്പോൾ ആളുകളുടെ ഭവനങ്ങളിലേക്കൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ടെങ്കിൽ നേരെയാക്കാം. ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് എല്ലാം പോകാൻ നേരത്ത് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഒറ്റ പരാതിയുള്ളൂ, കടന്ന് പോടാ പുറത്തെന്നാ പറയണ്ടേ അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? ഭഗവാൻ ചാരന്മാരെ വിട്ട് അന്വേഷിക്കണ ഒരു വശത്ത് കൂടെ, ബാക്കിയുള്ള ഇങ്ങനെ ഇന്നതേ ഉള്ളൂ എന്നില്ല. സർവ്വ ആളുകൾക്കും സുഖം തന്നെയല്ല. ദ്വാരക കണ്ടാൽ സ്വർഗമാണ് തോന്നുന്ന. എന്താ? സ്വർഗത്തിലുള്ളത് മുഴുവൻ ദ്വാരകയിലുണ്ട്. സ്വർഗത്തിൽ എന്താ ഉള്ളത് വിശേഷമായിട്ട്? സ്വർഗത്തിൽ അപ്സരസുകൾ അല്ലേ? എന്താ ഭംഗി നോക്കൂ. എടാ കിണ്ടിമൂക്ക എൻ്റെ മുഖത്തേക്കല്ല ഇങ്ങോട്ട് നോക്കാം. അങ്ങോട്ട് കണ്ട, ഇതൊരു അവസരമാണ്, വേണമെങ്കിൽ നോക്കിക്കോ. അപ്സരസുകൾ അല്ലേ? പക്ഷെ സ്വർഗത്തിൽ 3-4 അപ്സരസുകളേ ഉള്ളൂ. ഇതാ ഒരെണ്ണം ഇതാ പോണു. ഇതാ ഇവിടെ ഇങ്ങോട്ട് വരൂ. നല്ല അനുസരണ. ഈ നാട്ടുകാരിയാൻ തോന്നുന്നുണ്ട്, പറഞ്ഞാൽ കേൾക്കണില്ല. അപ്സരസാന്നുകൊണ്ട് കാര്യമില്ലല്ലോ, ചൊല്ലുവിളിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. അപ്പോൾ സ്വർഗത്തിൽ വിശേഷമായിട്ട് പറയാനൊന്നുമില്ല. ഉർവശി, മേനക, രംഭ, അതൊക്കെയാണ് അവിടുത്തെ. ഉർവശിക്കൊന്നും പഴയ ഭംഗിയൊന്നുമില്ല. പോവാ, നിനക്കൊന്നും കണ്ടാൽ അറിയില്ല. പണ്ട് ഉർവശിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നിൻ്റെ പോലെ നിനക്കൊന്നും ഓർമ്മയില്ല അല്ലേ? നമുക്കൊക്കെ അറിയാം എന്തൊരു ഭംഗിയുണ്ടായിരുന്ന കാലം. ഇപ്പോൾ ഉർവശിയെ കാണാൻ ഭംഗിയൊന്നുമില്ല, കവളൊക്കെ ചാടി. മേനക വലിയ കുഴപ്പമില്ല, ഇപ്പോഴും വലിയ പകടായിട്ടില്ല അല്ലേ? രംഭ അവളിപ്പോഴും സുന്ദരിയാണ്, അപ്പോഴും സുന്ദരിയാണ് അല്ലേ? അങ്ങനെ 3-4 പേര്. ഇവിടത്തെ കഥ അതാണോ? നോക്കൂ, എത്ര സുന്ദരിമാരാണ് നിറഞ്ഞിരിക്കണതല്ലേ? കണ്ടോ ഓരോന്നിനെ അല്ലേ? എത്രയാ സുന്ദരിമാർ. ഇതെന്താ പുറകിലേക്ക് ഇറങ്ങിയിരുന്നതാണാവോ? മുമ്പിലല്ലേ ഇരിക്കണ്ടേ? എത്രയാ സുന്ദരിമാരെന്ന് കണക്കില്ല. എവിടെ? ദ്വാരകയില്. സ്വർഗത്തിൽ ഒരു കൽപ്പക വൃക്ഷമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതിൻ്റെ ചോട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അപ്പോൾ ആഗ്രഹം സാധിക്കും. അപ്പോൾ ആ ആഗ്രഹം സാധിക്കാൻ വിഷമമില്ല, പറഞ്ഞാൽ മതി എൻ്റെ ചോട്ടിലിരുന്ന്, അപ്പോൾ സാധിക്കലാവും. എന്തെങ്കിലും മോഹം ഉണ്ടോ നിനക്ക്? ഒന്നുമില്ല. നിനക്കോ? മോഹമുണ്ട്, പറയണില്ല എന്നേ ഉള്ളൂ. എന്താ മോഹമുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല, കിണ്ടിമുക്കി ഇങ്ങോട്ട് നോക്കാൻ. നിനക്ക് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ. ഇവിടെ എന്താ മോഹമുള്ളത്? ഒരു മോഹമില്ല, ഇനി അങ്ങോട്ട് പോയാൽ മതിയില്ലേ. അങ്ങനെയൊന്നും പോയിട്ടില്ല, പോകാം കേട്ടോ, ഇവിടെ ഇരുന്നോളൂ. അങ്ങനെയൊന്നും ഇവിടെ കുറേ എണ്ണം പോകാണ്ടൊക്കെ പോയിട്ട് അവസാനം അവരുടെയൊക്കെ സദ്യ ഉണ്ട്, പിന്നെ ഒരു പോക്കേ ഉള്ളൂ. അങ്ങനെ മോഹിക്കണവരെല്ലാം പോണത്, അല്ലാത്തവരാ പോണത് അല്ലേ? അപ്പോൾ എന്താ? എനിക്കൊരു മോഹം ഉണ്ടെന്നാ. എനിക്ക് പഴപ്രഥമൻ കഴിച്ചാൽ കൊള്ളാമെന്നൊരു മോഹം. അതിനിപ്പോൾ കൽപ്പക വൃക്ഷത്തിൻ്റെ ചോട്ടിലേക്ക് പോകുന്നു വേണ്ട കേട്ടോ.
ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെ പോരാ. പിന്നെയോ പഴപ്രഥമൻ കൊണ്ട് ഒരു കുളം ഉണ്ടാക്കണം. എന്ത്? പഴപ്രഥമൻ്റെ കുളം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെ പോകണോ? കുളിക്കാൻ പോവുകയാണ്. എവിടെയാ? പഴപ്രഥമൻ്റെ കുളത്തിലാ. താൻ വരുന്നുണ്ടോ? ഞാനില്ല. ഞാൻ പഞ്ചാര പായസത്തിൻ്റെ കുളത്തിലാണ് എൻ്റെ കുളി. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പഴപ്രഥമൻ്റെ കുളം. പഴപ്രഥമൻ ഉണ്ടാക്കിയാൽ അത് കുളമാവും അല്ലേ? പഴപ്രഥമൻ്റെ കുളം എന്നാദ്യമായിട്ട് ഞാൻ ഈ പഴപ്രഥമൻ്റെ കുളത്തിൽ അവസാനത്തെ കൽപ്പടയും വേണ്ടി പോയിരിക്കും. അപ്പോൾ ആവി ഇങ്ങനെ പറക്കുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ എടുത്തിട്ട് അത് കഴിഞ്ഞ് അടുത്ത കൈ കൊണ്ട് അത് ഞാൻ വലത്, ഈ വലത് ഇടത് വലത് ഇടത് എന്നേ ഉള്ളൂ അല്ലേ? ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലമായില്ലേ? ഇങ്ങനെ ചിരിച്ച് തലയാട്ടിയാൽ പോരാ, അവസരം വരുന്നുണ്ട്, വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ അല്ലേ? അപ്പോൾ ഞാൻ രണ്ട് കൈ കൊണ്ട് ഉണ്ട് അവസാനം ആ പഴപ്രഥമൻ്റെ കുളത്തിലേക്ക് ഒറ്റ ചാട്ടാ. ചാടണ വഴി മുങ്ങാങ്കുളി ഇട്ടിങ്ങനെ പോകുമ്പോൾ പഴപ്രഥമം അങ്ങനെ കുടിച്ചുകൊണ്ടാ പോവുക. എവിടെയെങ്കിലും ചെന്ന് പൊങ്ങണ വഴി അത് കഴിഞ്ഞാൽ മലന്ന് കിടന്ന് നീന്തും. കണ്ടോ? അപ്പോൾ ഒരു പ്രകാശം വരണുണ്ടോ? ആ പഴപ്രഥമം കഴിച്ചോണ്ട് ഉത്സാഹ. അങ്ങനെ മലന്ന് നീന്തുമ്പോൾ വായിൽ പഴപ്രഥമനെടുത്ത് അവിടെ നിങ്ങടെ ഇവിടെ അങ്ങടെ, അവിടെ നിങ്ങടെ ഇവിടെ അങ്ങടെ, അങ്ങനെ നീന്തി 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 ചിലപ്പോൾ ഞാൻ മുങ്ങി ചത്തുപോയി എന്ന് വരാം. അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി ഇവിടെ. കണ്ടോ? ഇതൊക്കെ സന്തോഷമായിട്ടിരിക്കണമെന്നല്ല, ഈ ദുഷ്ടൻ്റെ മുമ്പിൽ വന്ന് പെട്ടുവല്ലോ. ഇനി എണീറ്റാവാൻ എന്തൊക്കെയാ പറയാന്ന് വെച്ചില്ല, അതിലും ഭേദം പിടി. അല്ലാണ്ട് ഞാൻ ചാവെന്ന് പറയുമ്പോൾ ഇത്ര സന്തോഷം വരേണ്ട കാര്യമുണ്ടോ? അല്ലേ? ജനിച്ചാൽ മരിക്കാണ്ടിരിക്കില്ല. ജനിച്ചവരൊക്കെ മരിച്ചണ്ടേ ഇല്ലേ? മരിക്കാണ്ടിരിക്കണമെങ്കിൽ ഒരു സൂത്രമുണ്ട് കേട്ടോ. ഞാൻ ഈ ലോകസഞ്ചാരം ചെയ്ത് നടക്കുന്ന ആളാണല്ലോ. ഇന്ന് ഇവിടെ വെച്ചാൽ നാളെ വേറൊരു സ്ഥലത്താണ്. അങ്ങനെ നടക്കുന്ന ഒരാളായതുകൊണ്ട് പല 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 യോഗ്യന്മാരെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ചില ഉപായങ്ങൾ മനസ്സിലാക്കലുണ്ടായിട്ടുണ്ട്. ഇവിടെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മരിക്കാണ്ടിരിക്കാനുള്ള വിദ്യ കേൾക്കണോ? ചെറുപ്പക്കാരാ തലയാട്ടണേ. വയസ്സായ ആൾക്കാർക്കൊന്നും പേടിയൊന്നുമില്ല. ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. കേൾക്കണുണ്ടോ? മരിക്കാണ്ടിരിക്കണമെങ്കിൽ ഇത് പുറകിലേക്കൊന്നും കേൾക്കാൻ പറ്റില്ല, പതുക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ എല്ലാം മുമ്പിലേക്ക് കയറിയിരിക്കൂ. അപ്പോൾ പുറകിൽ അവിടെ ഇരുത്തി കുഴിച്ചിട്ടേക്കുക. അവിടെ നടക്കില്ല, അവിടെ ഇരുന്നോളൂ. മരിക്കാണ്ടിരിക്കണമെങ്കിൽ കേൾക്കണ്ട, അയാൾ പോയിട്ട് പറയാം. അവിടെ തന്നെ നിൽക്കുക. ഇത്രയും നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിരുന്ന ആളാ ഈ സൂത്ര പറയാൻ പോണേ. എന്നാ അത് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടോ? അങ്ങോട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ചെവി മുഴുവൻ പെടിയാ ശ്രദ്ധിച്ചിട്ടായിരിക്കണത്. കേട്ടോളൂ, ഞാൻ പറയാം. അങ്ങ് കേട്ടോളൂ, വിരോധമില്ല. അങ്ങക്ക് കേൾക്കാനുള്ളതാണ്, നിങ്ങൾക്കൊക്കെ കേൾക്കാനുള്ളതാ. പ്രധാനപ്പെട്ട കേൾക്കേണ്ട ആൾ വരുന്നുണ്ട്. സന്തോഷമായിട്ടോ. അപ്പോൾ എന്താ കേൾക്കാനുള്ളേ? മരിക്കാണ്ടിരിക്കണമെങ്കിൽ ചെയ്താൽ പിന്നെ മരിക്കില്ല. ഇത് ഉറക്കെ പറയാൻ പറ്റില്ല, സൂത്രാണ്. ഇത് ഉറക്കെ പറഞ്ഞാൽ ഞാൻ 10-100 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്നാലും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറച്ച് പേര് കേട്ടാൽ മതി. മരിക്കാണ്ടിരിക്കണമെങ്കിൽ കേട്ടോ, മരിക്കാണ്ട് പോയി ചെയ്താൽ മതി, മരിക്കില്ല എന്ന്. എന്നാൽ ഞാൻ ഉറക്കെ പറയാം. ഇവിടെ മുഴുവൻ പൊട്ടന്മാരാന്ന് എനിക്കറിയില്ലേ, കുറച്ചൊക്കെ ഉണ്ടാവും എനിക്ക് നിശ്ചയമുണ്ട്. ഉറക്കെ പറയാം, കേട്ടോളൂ. മരിക്കാൻ ശരിക്കും ശ്രദ്ധിക്കൂ. മരിക്കാണ്ടിരിക്കണമെങ്കിൽ കേട്ടോ, അവിടെ 3-4 പോയി. അത് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇത്തവണ ഉറക്കെ പറയാൻ പോവുക. ഇവിടെ പുറകിലിരിക്കുന്നവരും കേട്ടോട്ടെ. മരിക്കാണ്ടിരിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ജനിക്കാണ്ടിരുന്നാൽ മതി, മരിക്കില്ല. ജനിച്ചവരൊക്കെ മരിച്ചിട്ടുണ്ട്, അപ്പോൾ ജനിക്കാണ്ടിരുന്നാൽ മരിക്കില്ല. പിന്നെ ഈ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്നാണ് മരിക്കണ്ട എന്ന് പറയണേച്ചാൽ ചിലപ്പോൾ മരിച്ചില്ല എന്ന് വരാം. കൽപ്പകവൃക്ഷമാണല്ലോ. പക്ഷേ ആ കൽപ്പകവൃക്ഷത്തിനൊരു അപകടം ഉണ്ടാകുന്ന. എന്താ അപകടം? അതിൻ്റെ ചോട്ടിലിരുന്ന് നല്ലത് വിചാരിച്ചാലും ചീത്ത വിചാരിച്ചാലും സംഭവിക്കും. ചീത്തയാണല്ലോ, അങ്ങനെ സംഭവിക്കാണ്ടിരിക്കില്ല. പണ്ടൊരു വിദ്വാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വയ്യാണ്ടായി. വയ്യാണ്ടായി, കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ആരെങ്കിലും പറഞ്ഞു ഒന്ന് കൊണ്ടുതരുമോ കുറച്ച് വെള്ളം? ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടിയെങ്കിൽ. ഇവിടെ കൊണ്ടുവച്ചോളൂ, ഞാൻ കുടിച്ചോളാം. ഇവിടെ വെച്ചാൽ ഞാൻ കുടിക്കാം.
കുറച്ച് വെള്ളം കൊണ്ട് തന്നോളൂ. കണ്ടോ, എനിക്കതൊരു സുന്ദരിയുടെ കയ്യിൽ നിന്ന് മേടിക്കാനും ഭാഗ്യമുണ്ടായി. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ. വേറെ വല്ലൊരു അവിടെ നിന്നൊക്കെ ചാടി വന്നെങ്കിൽ ഞാൻ പേടിച്ചു നല്ലോ. അയ്യോ, ഇതല്ല ഒരു സുന്ദരിക്കുട്ടി, അതാ സ്നേഹമാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കുടം വെള്ളം, ആ വെള്ളം മുഴുവൻ എടുത്താൽ കുടിച്ചു. സമാധാനമായി. ഇനി കുറച്ച് ഭക്ഷണം വല്ലതും കിട്ടിയിരുന്നെങ്കിൽ. ഒരു കാട്ടാളം വരുന്നല്ലോ, കാടാണ്, അവരാണല്ലോ അധികം ഉണ്ടാവുക. ഭക്ഷണം വല്ലതും കിട്ടുകച്ചാലോ. തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു ഇലയിട്ടുണ്ട്, അവിടെ വിഭവ സമൃദ്ധമായിട്ട് വിളമ്പിയേക്കണു. പപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, കിടികിടി, പാൽപ്പായസം, പഞ്ചാര പായസം, പഴപ്രഥമൻ, അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടുംപായസം, ശർക്കര പായസം. ഭയന്ന് വെള്ളം വരിക ഞാൻ കണ്ടു. ഗംഭീരമായിട്ടാ അത് മുഴുവൻ സുഖമായിട്ട് ഊണ് കഴിച്ചു. 7 കൂട്ടം പായസമൊക്കെയാണ്. ഊണ് കഴിഞ്ഞപ്പോൾ ഒന്ന് കിടക്കണം തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു കട്ടിൽ, കിടക്കണം എന്ന് പറഞ്ഞേ ഉള്ളൂ, കട്ടിലെ തലയണ ഒക്കെ ഉണ്ട്. അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു, ഈശ്വരാ എത്ര സുഖമായി ഇവിടെ വന്നിട്ടോ അല്ലേ. എന്താ കാരണം? ഈ നാട് പുണ്യം ചെയ്ത നാടാണ് അല്ലേ. നിങ്ങളൊക്കെ ജനിച്ചത് ഇവിടെയല്ലേ, എൻ്റെ മഹത്വമാണ്. ഞാൻ ഈ കഥ മുഴുവൻ എൻ്റെ ഇല്ലത്ത് ചെന്നാൽ എൻ്റെ ഭാര്യ പറഞ്ഞ് കേൾപ്പിക്കുന്ന സ്വഭാവം അതാ. എവിടെ പോയാലും ആ കഥ മുഴുവൻ അവളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. ഓരോരുത്തരും ആലോചിക്കുക, എനിക്കും ഉണ്ടല്ലോ ഒരെണ്ണം, വല്ല ഗുണമുണ്ടോ? കുത്തി കുത്തി ചോദിച്ചാലും പറയുകയില്ല. അവിടെ ഞാൻ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങാൻ, പിന്നെ പോയതൊക്കെ നിന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് ഉറങ്ങാൻ. വേറെ ഒന്നും കൊണ്ടുമല്ല, ആ പോയ കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചാൽ പിന്നെ ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല അല്ലേ. ഞാൻ എവിടെ പോയാലും ആ കഥയൊക്കെ എൻ്റെ ഭാര്യ പറഞ്ഞ് കേൾപ്പിക്കും. പക്ഷേ അവൾ വിശ്വസിക്കാറൊന്നുമില്ല. കാരണം എന്താ? ഞാൻ അധികം നുണയെ പറയാ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവൾ വിശ്വസിക്കാണ്ടായി. ഇപ്പം ഞാൻ ആലോചിക്കണത്, അവള് ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ എന്നാ. അവളിവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ എത്ര സുഖമായിരുന്നു അല്ലേ. അവൾക്ക് നേരിട്ട് കാണാമായിരുന്നതൊക്കെ. അതാരാ പോണത്? എൻ്റെ ഭാര്യയാണോ? അതല്ല, എൻ്റെ ഭാര്യ എത്ര സുന്ദരിയാണെന്നറിയോ. ഞാൻ ഒരു ദിവസം കൊണ്ടുവരാട്ടോ നിങ്ങളെ കാണിക്കാൻ. എത്ര സുന്ദരിയാണെന്നറിയോ. ഞാൻ ആലോചിക്കണത്, എൻ്റെ ഭാര്യയാണോ? ഭാര്യയാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ രാത്രി 7 മണി കഴിഞ്ഞാൽ പിന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങില്ല. കാരണം എന്താ? ലോകത്തുള്ള സകല ജീവികളെ അവൾക്ക് പേടിയാണ്. അങ്ങനെ ഒരാളാണ്. പേടിയില്ലാണ്ട് ഒന്നുമില്ല അവൾക്ക്. ലോകത്ത് പേടിയില്ലാണ്ട് ഒറ്റ ജീവിയുള്ളൂ. ഏതാ ജീവി എന്നറിയോ? ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, എന്നെ പേടിയില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ നേരെ തിരിച്ചാ. എനിക്ക് ലോകത്തൊരുത്തരെ പേടിയില്ലാത്ത ഒരാളാ. ചാവുന്നവരെ കണ്ടാലും പേടിയില്ല, അത്ര ധൈര്യ. എനിക്ക് ലോകത്ത് ആകെ പേടിയുള്ള ഒരേ ഒരു ജീവിയുള്ളൂ, അത് അവളാ. നല്ല പേടിയാ. ഇപ്പം പുരുഷന്മാരൊക്കെ ചിരിക്കണ കണ്ടാൽ ഇവർക്കൊന്നും പേടിയില്ല എന്ന് തോന്നുന്നു. പേടിയില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പേടിയില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ രാത്രി അത്താഴം കിട്ടില്ല കൊണ്ടുവന്നുണ്ടെങ്കിൽ. ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ച് പറയാം, പേടിക്കാനില്ല. പുരുഷന്മാർ പുറത്തിറങ്ങിയാൽ സിംഹങ്ങളൊക്കെയാണ്. പക്ഷെ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ദുർഗാദേവി ഉണ്ടാവും. അതിൻ്റെ സിംഹത്തിൻ്റെ കഴുത്തിൽ അതിൻ്റെ സ്ഥാനം കണ്ടോ. എത്ര വീരനായിട്ടാണ് നടക്കുന്നത്. കണ്ടാൽ സിംഹം എന്ന് തോന്നുക. അപ്പം വീട്ടിൽ ചെന്നാൽ ഭാര്യ പേടിയാ. അപ്പോൾ ഞാൻ വിചാരിക്കണത്, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലോ എന്നാ. ഭാര്യ ആണോ വരണേ? സൂക്ഷിച്ചു നോക്കി. അവൾക്കും ഇതേപോലെ തലമുടിയൊക്കെ മുമ്പിലേക്ക് ഇട്ടിട്ടാണ് അവൾ അങ്ങനെ. എടാ ഇത് അതെന്നെ. അതായത് വേറെ ഒരു ഉരുണ്ട് വരുന്നതാ കാട്ടിക്കൂടെ. എൻ്റെ ഭാര്യ സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ളിൽ കൂടെ വേറെ ഒരെണ്ണം. കണ്ടാൽ പേടിച്ച് നിലവിളിക്കില്ലേ നമ്മൾ? രാത്രി വല്ല ജപിച്ച് കെട്ടിയിട്ടൊക്കെ വേണം കിടന്നുറങ്ങാൻ അല്ലേ. അത് ഭാര്യ, അതോ ഇനി വല്ല യക്ഷിയാണോ? രാത്രി 12 മണി സമയാ. ഭാര്യയാണോ അതോ യക്ഷിയോ? യക്ഷിയും ഭാര്യയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. യക്ഷി രാത്രി മാത്രമേ പ്രത്യക്ഷപ്പെടുള്ളൂ. ഭാര്യ രാത്രിയും പ്രത്യക്ഷപ്പെടും, പകലും പ്രത്യക്ഷപ്പെടും. യക്ഷിയുടെ കയ്യിൽ കിട്ടിയാൽ പല്ലും നഖവും തലമുടിയും തിന്നില്ല. ഭാര്യ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അവളുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ പല്ലും നഖവും തലമുടിയും തിന്നുവള്, ശരീരം മാത്രമല്ല. യക്ഷിയെ നല്ല മന്ത്രവാദിയുടെ കയ്യിൽ കിട്ടിയാൽ പാലേമ തറയ്ക്കും. മന്ത്രവാദിയുടെ ഭാര്യ മന്ത്രവാദിയെ പാലേമ തറയ്ക്കും. അപ്പോൾ ആരാ കേമെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ആലോചിക്കണത്, അതെൻ്റെ ഭാര്യയാണോ? യക്ഷി തന്നെ. അയ്യോ, അതെന്നെ പിടിച്ച് തിന്നോ? തീറ്റയും കഴിഞ്ഞു. എന്താ കാര്യം എന്നല്ലേ? അയാൾ വിശ്രമിക്കാനിരുന്ന ആ വൃക്ഷം കൽപ്പക വൃക്ഷമായിരുന്നു. അതിൻ്റെ ചോട്ടിൽ നിന്ന് എന്താ വിചാരിച്ചേ?
വെള്ളം കുടിക്കാൻ കിട്ടണം, വെള്ളം കുടിക്കാൻ കിട്ടി അല്ലേ? അപ്പോൾ കൊണ്ട് തന്നു സുന്ദരി, ഞാൻ ഇപ്പോൾ കുടിച്ചോളാം കേട്ടോ. ഭക്ഷണം കിട്ടി, കിടന്നുറങ്ങാൻ പറ്റി, ആ സൗകര്യം തയ്യാറായി, എല്ലാം തയ്യാറായി. അപ്പോൾ എന്താ, യക്ഷി വരുമോ? വന്നു, പിടിച്ച് തിന്നോ? തീറ്റയും കഴിഞ്ഞു. എന്താ കാരണം? കൽപ്പക വൃക്ഷമായിരുന്നു എന്നാണ്. സ്വർഗത്തിൽ ഒരു കൽപ്പക വൃക്ഷം ഉണ്ടെന്നാണ്. അപ്പോൾ അതുപോലെ ദ്വാരകയിൽ കൽപ്പക വൃക്ഷം ഉണ്ടോ? ഇപ്പോൾ സ്വർഗത്തിലെ കൽപ്പക വൃക്ഷം മനസ്സിലായി, ദ്വാരകയിൽ കൽപ്പക വൃക്ഷം ഉണ്ടോ? ഉണ്ട്. പക്ഷെ ആരും ആ കൽപ്പക വൃക്ഷങ്ങളുടെ ചോട്ടിലേക്ക് ഒന്നും പോകാറില്ല. വേറൊരു കൽപ്പക വൃക്ഷം അവിടെ ഉള്ളുണ്ട്. അതെന്താ? സ്വർഗത്തിലെ പോലെ ദ്വാരകയിൽ കൽപ്പക വൃക്ഷം ഉണ്ടെങ്കിലും അതിന് ചോട്ടിൽ പോയി ചോദിച്ചാലല്ലേ കിട്ടുള്ളൂ. ചോദിക്കാണ്ട് തരണ ഒരു കൽപ്പക വൃക്ഷമുണ്ട്. നീല നിറത്തിൽ, കയ്യിൽ പൊന്നോടെ കുഴൽ പിടിച്ച്, പീതാംബരമെടുത്ത്, സാക്ഷാൽ മന്ദസ്മിതം കൊണ്ട് പൂർണ്ണചന്ദ്രനെ പോലും തോപ്പിക്കുന്ന ഭംഗിയോടുകൂടിയ സാക്ഷാൽ ശ്രീകൃഷ്ണനാകുന്ന ആ കൽപ്പക വൃക്ഷം അതവിടെ ഉള്ളതുകൊണ്ട് ആർക്കും ഒന്നും ചോദിക്കണ്ട, ചോദിക്കാണ്ട് തന്നെ കിട്ടും. അങ്ങനെ എല്ലാവരും അവിടെ സുഖമായിട്ട് കഴിയണു. കേമായിട്ട് ദാനവും ദക്ഷിണയും ഒക്കെ ഗംഭീരമായിട്ടാ. ദക്ഷിണ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കും മനസ്സിലാവില്ല. ദക്ഷിണ കിട്ടിയിട്ടാ വയസ്സായ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എന്താ, അവർക്കൊക്കെ കാലത്ത് എണീറ്റാൽ കുളിയും ജപമൊക്കെ ഉണ്ട്. ആ മുഖത്തേക്ക് നോക്കൂ, എന്താ ശരിയെന്ന്. ഇനി കൈ കെട്ടിയിരിക്കേണ്ട നോക്കൂ, മുഖത്തേക്ക് ഒന്ന് നോക്കൂ. പറഞ്ഞ നോക്ക്, എന്നെ പോലെ സുന്ദരിയായിട്ട് വേറെ ആരുമില്ല. ഇവിടെ സുന്ദരി ഞാൻ നോക്കൊന്നുമില്ല. എന്താ ഈ ഐശ്വര്യത്തിൻ്റെ കാരണമെന്നോ? ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിക്കും അല്ലേ? നീ കണ്ടോ ബ്രാഹ്മ മുഹൂർത്തം? വാ, 2 കൈയും കാക്കൂട്ടി തിരികെ ഇങ്ങനെ ഉറങ്ങിയാൽ കാണാൻ പറ്റില്ല. വയസ്സായ ആൾക്കാർ ആ സമയത്താണ് എണീറ്റ് കുളിക്കാൻ പോവുക. 2 മണിക്കൊക്കെ എണീറ്റ് കുളിക്കാൻ പോവും. പേടിയൊന്നുമില്ല. കാരണം എന്താ? കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, പിന്നെ ആരെ പേടിക്കുക അല്ലേ? പോണ വഴിയിൽ വല്ല യക്ഷിയൊക്കെ വന്നാൽ വഴിയിൽ നിന്ന് മാറിക്കിടി, ഒരു ചവിട്ടാവും, യക്ഷി പേടിക്കുക. അയ്യോ, ശാന്തിക്കാരൻ തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുക്കാൻ പോവും കുളിയൊക്കെ കഴിഞ്ഞിട്ടേ. വെറ്റില, അടയ്ക്ക, വെറ്റില അടയ്ക്കൊന്നുമില്ല അവിടെ. എന്താ ഉള്ളത്? തുളസിയുടെ ഇല, അത് മതി. എന്തിനാ തുളസിയുടെ ഇല എന്നറിയോ? ഏതെങ്കിലും ഒരു സാധനത്തിന് കുറവ് വന്നാൽ അതിന് പകരം തുളസിയുടെ ഇലയാണ്. ഇപ്പോൾ തിരുവാതിരയൊക്കെ ഉണ്ടായില്ലേ, ദശപുഷ്പം ചൂടുക എന്നൊരു ചടങ്ങുണ്ട്. ഒരു പൂവ് കിട്ടിയില്ല വെച്ചാൽ പകരം തുളസിയുടെ ഇല. 10 പൂക്കൾ വേണ്ടേ? ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അമ്മമാർക്ക് സന്തോഷമായി. അടുത്ത തിരുവാതിരയാവട്ടെ, 9 തുളസിയുടെ ഇല, 1 പൂവ്. അതല്ല. അപ്പോൾ തുളസിയുടെ ഇലയൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് ചെല്ലും. തിരുമേനി നന്ന കഷ്ടപ്പാട്, ആരും അമ്പലത്തിൽ പോവില്ല, അദ്ദേഹത്തിനൊന്നും കൊടുക്കില്ല. ഞാൻ അകത്ത് കയറി കണ്ടു, അങ്ങനെ എന്തൊരു ക്ഷീണം അങ്ങേർക്ക്. നിങ്ങളൊന്നും കൊടുക്കാറില്ല. ഇതന്നെ ഇങ്ങനെ അറിയാവേണ്ടാവണതേ. എനിക്ക് അകത്ത് കയറിയപ്പോൾ സങ്കടം സഹിച്ചില്ല. ഞാനും പിന്നെ ഒന്നും കൊടുത്തില്ല, ഞാൻ വേഗം ഇറങ്ങി ഇങ്ങോട്ട് പോന്നു, സങ്കടം കാരണം. അപ്പോളാ മുത്തശ്ശി, ദക്ഷിണയുണ്ട്. ഓ ആയിക്കോട്ടെ, മുത്തശ്ശിയുടെ വകയാണേ. ഓ, കൈ നീട്ടുമ്പോളാ 10 പൈസയും തുളസിയുടെ അല്ലേ. അനുഗ്രഹിച്ചോളൂ, ഇപ്പം ശരിയാക്കി തരാട്ടോ, നന്നായി വരട്ടെ കേട്ടോ. അടുത്ത മാസം ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ, വലിയ താമസമില്ല. വസ്ത്രദാനം, നിവർത്തിങ്ങനെ നോക്കിയാൽ ഇല്ലത്ത് നോക്കിയാൽ അമ്മാത്ത് കാണാം. വസ്ത്ര മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകാം, വേറെ ഗുണമൊന്നുമില്ല. ഇതൊക്കെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. വസ്ത്രം ആ പടിയുമ വെച്ചാൽ മതി, മേടിക്കില്ല. എന്നിട്ടൊരു അനുഗ്രഹമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇത് കൊണ്ടുവച്ചവനെ പാമ്പ് കടിച്ച് ആവട്ടെ. പക്ഷെ ഇവിടെ അങ്ങനെയായിരുന്നില്ല. ഭഗവാന്റെ ഭരണകാലത്ത് എല്ലാവർക്കും വാരിക്കോരി ദാനം ചെയ്ത് എല്ലാവരും സുഖമായിട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാവർക്കും എല്ലാ കാലത്തും എല്ലാവർക്കും സുഖം ഉണ്ടാവുക. കുറച്ചു കാലം സങ്കടം ഉണ്ടായാൽ പിന്നെ സന്തോഷം ഉണ്ടാവും അല്ലേ? എപ്പോഴും സങ്കടം എപ്പോഴും സന്തോഷം രണ്ടും ഉണ്ടാവില്ല എന്നാണെങ്കിൽ ഭഗവാന്റെ ഭരണമല്ലേ, എല്ലാവർക്കും സുഖമായി ഉണ്ടാവാം എന്ന് വിചാരിക്കുമ്പോൾ ഏവാമേവ സുഖമേധമാനേഷു സകലലോകേഷു ദ്വാരവത്യം ദുഃഖസ്യചിത് അപത്യാഷ്ടകം ജാതമാത്ര നഷ്ടമജനിഷ്ഠ. ആ ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ്റെ ഇല്ലത്ത് ജനിച്ച ഉണ്ണികൾ ഓരോരുത്തരായിട്ട് 8 ഉണ്ണികൾ മരിച്ചു. 9ാമത്തെ ഉണ്ണിയെ പ്രസവിക്കണ സമയം ആ തേവാരപ്പരയുടെ മുമ്പിൽ, ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പിൽ, കൃഷ്ണ നാരായണ
വാസുദേവ ഹരേ കൃഷ്ണ, ഈ ഒരു ഉണ്ണിയെങ്കിലും അടിയന് തരണേ കൃഷ്ണ, അച്ഛാന്ന് വിളിക്കാനായിട്ട് ഒരു ഉണ്ണി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അകത്തുനിന്ന് കരച്ചിൽ കേട്ടു ഭാര്യയുടെ. ഈ ഉണ്ണി മരിച്ചു കേട്ടോ, ഇത് വിളിച്ചിട്ടാ എങ്ങനെയില്ല കേട്ടോ. കൃഷ്ണ എന്ന് വിളിച്ച് അങ്ങേര് കരഞ്ഞപ്പോൾ ആ ഭാര്യ പറഞ്ഞു, അത്രേ മതിയായില്ലേ ഞങ്ങൾക്ക് ഇത്രയും കാലം കൃഷ്ണ നാരായണ വാസുദേവ മുരാന്തക എന്ന് വിളിച്ച് ആ ഭഗവാനെ പൂജിച്ച് നടന്നിട്ട് ഒരു ഉണ്ണി പോലും അങ്ങേ അച്ഛാ എന്ന് വിളിക്കാൻ ഉണ്ടായിട്ടില്ല. അച്ഛാൻ നിർത്തിക്കൂടെ ഈ കൃഷ്ണനെ ഭജിക്കല്? അതല്ലെങ്കിൽ കാണട്ടെ അവിടുത്തെ ഭഗവാന്റെ വൈഭവം, കൊണ്ടേ കാണിക്കുക കൃഷ്ണനെ ഈ ഉണ്ണി, എന്നിട്ട് ജീവൻ വെപ്പിച്ച് കൊണ്ടുവരുന്ന. അത് കേട്ടപ്പോൾ ആ ഉണ്ണിയുടെ മൃതശരീരം കയ്യിലങ്ങനെ എടുത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി അഴിഞ്ഞു കിടക്കണ തലമുടിയോടുകൂടി ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് ഉറക്കനൊലോളിച്ചോണ്ട് അഷ്ടൗ നഷ്ടാസ്തനൂജ കിതവതവധുരാചാരത ചോരവൃത്തേ കഷ്ടം ഭോഗഷ്ടമേതൽ നവമമ വിമൃതം ബാലം ആലോകയേതി ഭൂയോ ഭൂയോപജോഭി ശ്രവണകടുതരയ്യ ഭർസയന്തം ദ്വിജന്തം ദൃഷ്ട്വാ ദേവസ്തദാനിം അതനുത ഗുഹനാമാനുഷോ മൗനമുദ്രാ അഷ്ടൗ നഷ്ടാ തനൂജ. എൻ്റെ 8 ഉണ്ണികൾ മരിച്ചു. നവമം മൃതം ബാലം ആലോകയ, എൻ്റെ 9ാമത്തെ ഉണ്ണി കൂടി മരിച്ചു കൃഷ്ണ, ഒന്ന് കാണുമോ അവിടുന്ന്? എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ മാറത്തടിച്ച് നിലവിളിച്ച് വരണ കണ്ടാൽ സമുദ്രം ഭൂമി മുഴുവൻ വിഴുങ്ങാനായിട്ട് തല തല്ലി വരികയാണ് തോന്നും. അങ്ങനെ സമുദ്രം കയറി വരണമെങ്കിൽ ചന്ദ്രോദയം ഉണ്ടാവണ്ടേ? ചന്ദ്രോദയത്തിലല്ലേ വേലിയേറ്റം ഉണ്ടാവുക? എന്നാണെങ്കിൽ മൃതാസൂത മുഖേന്ദു സന്ദർശന, ആ മരിച്ച ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിയാലേ പൂർണ്ണചന്ദ്രനെ പോലെ ഇരിക്കണേ. ഉണ്ണി പാറോട് ചേർത്ത് ഉണ്ണീ എന്നുള്ള ആ ബ്രാഹ്മണൻ്റെ കരച്ചിൽ കേട്ടാൽ ആ ചന്ദ്രോദയം കണ്ടിട്ട് ഹൃദയം സാഗരമായി പുറത്തേക്ക് പൊട്ടിയൊഴുകുകയാണ് തോന്നുന്നു. അവരൊക്കെ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ തിരുമുമ്പിൽ ആ ഉണ്ണിയെ കിടത്തിയിട്ട് ഭഗവാൻ സിംഹാസനത്തിലിരിക്കുക, കൂടെ ബലരാമസ്വാമി, അർജുനൻ, സകല ആൾക്കാരുണ്ട്. ആ മുമ്പിലേക്ക് വന്ന് കൃഷ്ണ ഒന്ന് നോക്കൂ, കൃഷ്ണ ഒന്ന് കാണൂ എൻ്റെ ഉണ്ണിയുടെ മുഖം, കൃഷ്ണ കണ്ണാ വിളിച്ച് കരയ. ഉണ്ണി മരിച്ചു വെച്ചാൽ പിന്നെ എന്തിനാ ഈ കൃഷ്ണ കാണണേ? ഇനി കണ്ടിട്ട് എന്താ ചെയ്യാനുള്ളേ? മരിക്കണേക്ക് മുമ്പല്ലേ കണ്ടാൽ ഫലമുള്ളൂ. കാണണ ആള് കൃഷ്ണനല്ലേ? അദ്ദേഹം വിചാരിച്ചാൽ ഈ ലോകത്ത് എന്താ സാധിക്കാണ്ടുള്ളേ? കാലില്ലാത്തവനെ പർവ്വതാരോഹകനാക്കണ ആളാണ് ഭഗവാൻ. മിണ്ടാൻ പറ്റാത്തവനെ മഹാപ്രഭാഷകനാക്കണ ആള്. അവിടുന്ന് ഈ കുട്ടിക്ക് ഒന്നുമില്ല കൊണ്ടുപോകോളൂ പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ജീവനുണ്ടായാലോ? ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് മാറത്തടിച്ച് നൊലോളിച്ച് കൃഷ്ണ കണ്ണാ കണ്ണാന്ന് പറഞ്ഞ് ആ കാക്കൽ കിടന്ന് ഉരുണ്ടു. ഭഗവാനെ കുറച്ച് ചീത്ത പറഞ്ഞു. ആ 2 കാലും കെട്ടിപ്പിടിച്ച് കൃഷ്ണ, ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ജീവന് പകരം വേറൊരു ജീവൻ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണ എൻ്റെ ജീവൻ അങ്ങ് എടുത്തോളൂ. 8 ഉണ്ണികൾ മരിച്ച് 9ാമത്തെ ഉണ്ണിയുടെ മൃതശരീരം കൊണ്ടുവരുമ്പോൾ ആ പടിപ്പരയുടെ അവിടെ എൻ്റെ ഭാര്യ കാത്ത് നിൽക്കുന്നുണ്ട്. അവൾ ഈ ഉണ്ണിയെ കണ്ടെങ്കിൽ സന്തോഷിക്കട്ടെ കൃഷ്ണ. കൃഷ്ണ എനിക്കൊരു ജീവിക്കണ്ട കൃഷ്ണ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ആ തൃപാദത്തിൽ തലയടിച്ചങ്ങനെ കരഞ്ഞു ബ്രാഹ്മണൻ. കൃഷ്ണൻ എന്ത് ചെയ്തു എന്നല്ലേ? കുഹന മാനുഷോ മൗനമുദ്രാം അതനുദാ. ആ ഭഗവാൻ കൃഷ്ണൻ ഒരക്ഷരം മിണ്ടിയില്ല. ഇത് കണ്ടപ്പോൾ
അത് സഹിക്കാൻ പറ്റാണ്ട് ഒരാളവിടെ ഉണ്ടായിരുന്നു. സകല ആൾക്കാരും ചെവി പൊത്തിപ്പിടിച്ചിരിക്കണു. ചില സഭയിൽ നിന്ന് എണീറ്റ് പോണു. ആ സഭയിൽ നിന്ന് ചാടിയാണ് എണീറ്റു അർജുനൻ. ചാടി എണീറ്റു തന്നെയല്ല, ആ നിലത്ത് വീണ് കിടന്ന് മാറത്തടിച്ച് നിറോളിച്ച് കരയണ മുഹുർ മുഹുർ ഉല്ലബന്ധം ബഹുവിലബന്ധം കരുണസാഗരേ പദം ദം ദ്വിജം ദം. ആ ബ്രാഹ്മണനെ പിടിച്ചാണ്ട് എണീപ്പിച്ചു. പൂജ്യം ദം, പൂജനീയനായ അദ്ദേഹത്തിന് അല്ലേ, ഈശ്വരതുല്യനായ. ഈശ്വരതുല്യൻ ആരാന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല ഈശ്വരതുല്യൻ, വരാൻ പോണേ ഉള്ളൂ അല്ലേ. നോക്കിക്കോളൂ, ചാടിയാണ് ഉണ്ടല്ലേ. പിടിച്ചാണ്ട് എണീപ്പിച്ചു ബ്രാഹ്മണനെ, കണ്ണീര് തുടച്ചു. എന്തിനാ കടന്നു കയറിയാണ്? എണീക്കൂ, എണീക്കോ, എണീക്കോ, ഇരിക്കൂ അവിടെ, വിഷമിക്കാണ്ട് ആട്ടുവാ. അങ്ങ് കൃഷ്ണനെ വിളിച്ച് കരഞ്ഞു പറഞ്ഞില്ലേ, എന്തിനാ കൃഷ്ണനെ വിളിച്ച് കരഞ്ഞ്? എന്നെ വിളിച്ചാൽ പോരായിരുന്നു. ഈ കൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു നാമമുണ്ടോ നല്ലത്? മുരളീധര, മുരളീധരനെ കൊണ്ട് വല്ലതിനും കൊള്ളാമോ? ആലോചിച്ച് നോക്കൂ. രമേശ, ഒരു ഗുണമില്ലാത്തവനാ രമേശൻ. പിന്നെയും ഭേദം മറ്റേ ആളാ സതീശൻ, കുറച്ചുകൂടി ഭേദം അല്ലേ. ഗോവിന്ദ വിളിച്ച് കരഞ്ഞതാ. കാലത്ത് പറഞ്ഞല്ല, അവൻ വൈകുന്നേരം പറയുക. അവൻ പറഞ്ഞോട്ട് മനസ്സിലാവുകയില്ല. ആഗോള തലകുത്തി നിൽക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ച് അതിൽ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയാൽ പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. പിന്നെ സാഹിത്യം കൊണ്ട് പറഞ്ഞൊട്ട് മനസ്സിലാവില്ല. അവൻ തന്നെ അറിയണില്ല എന്താ പറയണേന്ന്. ഈ ഗോവിന്ദ, വാസുദേവ, വാസുദേവൻ കള്ളനല്ലേ, വാസു എന്ന് പറഞ്ഞാൽ തന്നെ കള്ളനാണ്. ഉണ്ണികൃഷ്ണ വിളിച്ച് കരഞ്ഞാ. വെണ്ണയും തൈരും മോരും പാലും ഒക്കെ കൊടുത്ത് പോറ്റി 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 ഉണ്ണികൃഷ്ണൻ അല്ലേ. ഞാൻ പറയണോ? കൃഷ്ണനെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഒരു വാക്ക് എന്നെ വിളിച്ചു വെച്ചാൽ പണ്ടേ ഞാൻ രക്ഷിക്കില്ലേ. അർജുനാന്ന് വിളിച്ചാൽ പോലെ. എണീക്കൂ ബ്രാഹ്മണൻ, കണ്ണീര് തുടച്ചു. അങ്ങക്ക് 9 ഉണ്ണികളുണ്ടായി പറയണു. കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഉണ്ണി ഉണ്ടായാൽ ഭാവി ഭൂമി സുതസ്യ അപത്യം. അങ്ങക്ക് ഇനി ഉണ്ണി ഉണ്ടായാൽ ആ ഉണ്ണിയെ കരധൃത ശരചാപ പാലയിഷ്യാമി. എൻ്റെ കയ്യിലുള്ള വില്ലാണ്, ശരങ്ങളാണ് സത്യം. ആ ഉണ്ണിയെ ഞാൻ രക്ഷിച്ചോളാം. രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലോ? സകല ജനസമക്ഷം സന്നിവേക്ഷേ ഹുദാശം. എല്ലാവരും നോക്കി നിൽക്കേ, തീയിച്ചാടി ചാവും ഞാൻ എന്നാലോ. അത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ തൊഴുതു. അർജുന, നീ ഈ പറഞ്ഞ വാക്ക് എൻ്റെ കൃഷ്ണനായിരുന്നു പറയണമെങ്കിലോ? ഞാൻ കൊതിക്കുക. ഓരോ ഉണ്ണികളുണ്ടായി മരിച്ചപ്പോഴും എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടായിട്ടില്ല. അറിയോ, ആദ്യമൊക്കെ ആൾക്കാർ വരും, വിഷമിക്കണ്ട പറഞ്ഞു. 4 ഉണ്ണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആരും വരാണ്ടായി. അവർക്കൊക്കെ മനസ്സിലായി ഈ ബ്രാഹ്മണൻ ഉണ്ണി ഉണ്ടായി കാണാനുള്ള യോഗമില്ലാത്തവനാണ്. എനിക്കും എൻ്റെ പത്നിക്കും മാത്രം മനസ്സിലായില്ല. അർജുന അറിയോ, ഓരോ ഉണ്ണികളുടെ മൃതദേഹവും ഈ കൈകൊണ്ട് ഞാനാണ് കൊണ്ടുപോയി ദഹിപ്പിച്ചുകൊണ്ടിരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ മാറത്തടിച്ച് തലോളിക്കുമ്പോൾ അർജുന എന്താ ഞാൻ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക? ഞാൻ ആലോചിക്കുക, ഇപ്പം നീ ഈ പറഞ്ഞ വാക്ക് എൻ്റെ ഭഗവാനാണ് പറഞ്ഞെങ്കിലോ? ഇതുകൊണ്ട് കേട്ടോടുകൂടി അർജുനനാണ് സഹിച്ചില്ല. നാഹം ശൗരി നഖലു മുസലി നാനിരുദ്ധോ ന സാംബോ ന പ്രദ്യുമ്നോ ഭുവന വിദിത പാണ്ഡവ ഫൽഗുനോ വിക്രം വക്രി സ്മരഹര ശിരശ്ചണ്ഡ കോദണ്ഡഖണ്ഡ പ്രൗഢാഘാത വൃണകിണകിണ ഗ്രന്ഥി ബാഹോർബലം മേ ശൗരി അഹം. അങ്ങ് പറഞ്ഞ കൃഷ്ണനല്ല ഞാൻ, ബലരാമനല്ല, അനിരുദ്ധനല്ല, സാമ്പനല്ല, ലോകം മുഴുവൻ ആരാധിക്കണ അർജുനൻ. അറിയാ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തൻ, രണ്ടാമത്തെ വില്ലാളി വീരൻ ആരാന്നറിയോ? ദ്രോണാചാര്യർ, എൻ്റെ ഗുരു. ഞാൻ അമ്പയുമ്പോൾ ഒളിഞ്ഞെന്ന് കണ്ടുപിടിക്കാറുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഭക്തൻ ആരാ? ആരാ? ഞാൻ വിളിച്ചാണ്ടല്ലോ ഈശ്വരന്മാർ ഓടി വരും. ഗണപതേ വിളിച്ച അപ്പം ഗണേശൻ ഓടി വരും. ഗണേശൻ ഓടി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലേ.
മഹാദേവ, നടേശ, ഇപ്പം അവർ തമ്മിൽ വഴക്കാന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? ഞാൻ വിളിച്ചാൽ ആര് വേണമെങ്കിൽ എൻ്റെ മുമ്പിൽ ഓടിയെത്തും. ദേവിയെ കാണണം, അമ്മയെ മഹാമായെന്ന് വിളിച്ചപ്പോൾ ഇതാ വരണം. ആരാ പോണത്? ഭദ്രകാളി ദേവിയാണ് പോണത്. കണ്ടോ? അവിടുന്ന് വിളക്കൊക്കെ എടുത്ത് സ്വീകരിക്കാൻ അവിടുന്ന് ആൾക്കാർ പോകണുണ്ടോ? വിളിച്ചാൽ മതി. ഏറ്റവും വലിയ ഭക്തൻ ശക്തൻ അറിയോ? പാശുപതാസ്ത്രം മേടിക്കേണ്ടായിട്ട് ഞാൻ മഹാദേവൻ്റെ ശിരസ് അടിച്ചു പൊട്ടിച്ച്. കുരുക്ഷേത്ര യുദ്ധത്തിന് പാശുപതാസ്ത്രം വേണത്രേ. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഭീഷ്മരേന്ദ്രനൊക്കെ ഞാൻ കയ്യങ്ങനെ നിർത്തി ചെന്നാൽ പേടിച്ച് ഓടും. എന്നാലും ഏട്ടൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തപസ് ചെയ്യാൻ പോയതാ. ഞാൻ ശരിക്കും ചെയ്യേണ്ടത് കൈലാസത്തിലേക്കാണ് ചെല്ലുക. ആ, ഇതാരാ വരണേ? അർജുനനോ? എന്താ അർജുന? അവിടെ ആരും വരുന്നില്ല, എല്ലാം കൂടി അങ്ങോട്ട് നോക്കാൻ. നിന്നെ കാണിക്കാൻ വേണ്ടി അർജുനെ കൊണ്ടുവരാൻ പോവല്ലേ. ഇനി ആരും വരുമൊന്നുമില്ല അങ്ങോട്ട്. ഇവിടെ ഉള്ളതുങ്ങളെ പോവാണ്ട് നോക്കാത്രേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്താ അർജുന? അല്ല, വേറെ ഒന്നുമല്ല. ഇവിടെ ഈ പാശുപതാസ്ത്രം ഇവിടെ ഇരിക്കണ്ടോ? അത് ഇവിടെ 2 ദിവസം മുമ്പ് ഇവിടെ എവിടെയോ തട്ടുമുള്ളുണ്ടോ എന്ന് തോന്നുന്നു. നാളെ വരും, ഞാൻ എടുത്ത് വയ്ക്കാം. ഇത്ര ആവശ്യമുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ മഹാദേവനെ തപസ് ചെയ്തു. അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യണേ. അപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു എന്നറിയോ? മഹാദേവൻ ഒരു കാട്ടാളിൻ്റെ വേഷം കെട്ടി എൻ്റെ അടുത്തേക്ക് വന്നു യുദ്ധം ചെയ്യാൻ. എൻ്റെ ശക്തി അറിയാം മഹാദേവന്. യുദ്ധം ചെയ്യാൻ എനിക്ക് മനസ്സിലായില്ല. മഹാദേവൻ്റെ വേഷത്തിൽ വന്നെങ്കിൽ ഞാനൊന്നുമില്ല, അങ്ങ് തന്നെയാ ശക്തൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ശ്രീ പാർവതി കൂടെ ദാ വരുന്നു. ഈ വേഷം കണ്ട പാർവതിയാന്ന് തോന്നുന്നു. ഒരു കാട്ടാളത്തി അങ്ങനെയല്ലേ തോന്നുക? കണ്ടാൽ തിരിച്ചറിയാണ്ടിരിക്കാൻ കിരീടം എടുത്ത് കൈമ കെട്ടി തൂക്കിയേക്കുക. ശ്രീപാർവതിയാണ് കിരീടമൊക്കെ വെച്ചാൽ വരിക. കണ്ടോ? കിരീടം കൈമ കെട്ടി തൂക്കി ഒരു ഭാണ്ഡവും തോളത്തിലിട്ട് അങ്ങനെ. എനിക്ക് മനസ്സിലായില്ല. വേഷം മാറി വന്നതാ. കണ്ടോ? കൂടെ അടുത്ത ആള് പാർവതിയുടെ കൂട്ടുകാരിയാ. കാലേറ്റി വയ്ക്കാനാ അല്ലേ? നന്നായി. അപ്പോൾ അവിടെ വെച്ചോളൂ കിരീടം കേട്ടോ, അതാ നല്ലത്. അങ്ങനെ വേഷം മാറി വന്ന് എന്തൊക്കെയോ ഒരു കൂട്ടം പറഞ്ഞ് എന്നോട് യുദ്ധമായി. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ കൈ അങ്ങോട്ട് തിരുമിയിട്ട് ചെന്ന് ഭഗവാന്റെ മാറത്ത് ഒരു കിട്ടിയ ഭഗവാൻ ഇപ്പോഴും ചുമയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഈ മഞ്ഞിൻ്റെ ആണോ? മഞ്ഞിൻ്റെ ഒന്നുമല്ല, എൻ്റെ ഇടിയിടിയാ അറിയോ? അവസാനം വില്ലും കൊണ്ട് ചാടിയാണ് വന്നിട്ട് ഞാൻ ഭഗവാന്റെ വില്ല് മേടിച്ചാണ് മാറ്റിയിട്ട് കൊടുത്തു. ഒരറ്റി അട്ടി തലയിൽ ചോര. ഒരു വശത്തു കൂടെ ഗംഗ. അറിയോ ഗംഗ ആരാന്നറിയോ? ആരാ? ഭഗവാന്റെ കാമുകി. ഭാര്യയൊന്നുമല്ല, ഭാര്യ അത്ര കാമുകിയാ. ഭഗവാൻ എവിടെ പോകണ്ടോ അവളെ കൊണ്ടേ പോകുള്ളൂ. അങ്ങനെയാണ്. ഭാര്യയൊന്നും കൊണ്ടുപോകാൻ നമുക്ക് വലിയ ഇഷ്ടമൊന്നും കുറച്ച് കാലമേ ഉള്ളൂ. കാമുകി അങ്ങനെയല്ല. എത്ര ശ്രദ്ധിച്ച് വേണമെന്നല്ലേ കൊണ്ട് നടക്കാൻ, ആരും കാണാണ്ട് അല്ലേ? ഒരിക്കൽ മഹാദേവൻ പോയപ്പോൾ ഗംഗയെ കൊണ്ടുപോകാണ്ട് പോയി. എന്തെല്ലാം ബഹളമായിരുന്നു എന്നറിയോ? ഗംഗ എവിടെ പോണു? ഞാൻ പറഞ്ഞതല്ലേ അവിടെ പോകണ്ടെന്ന്. ഗംഗ ഇപ്പം പോവണ്ട. ഞാൻ പോവണ്ടേ? വേണ്ട. അതെന്താ? ഞാൻ പോവണ്ട. അപ്പം എന്നെ ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോവില്ല. അന്ന് മുതൽ എവിടെ പോയാലും കൊണ്ടുപോകും. ഗംഗ ഒരു വശത്തെ കൂടെ വിടൂ, മറ്റേ വശത്തെ കൂടെ ചോര. അറിയോ? അങ്ങനെ അവസാനം മഹാദേവൻ അനുഗ്രഹിച്ചു തന്നതാണ് ആ വില്ല്, ആ ശരം, പാശുപതാസ്ത്രം. അത്ര ശക്തനാണ് ഞാൻ. ഞാൻ സത്യം ചെയ്യണോ? അങ്ങക്കിനി ഒരു ഉണ്ണി ഉണ്ടാവുമെങ്കിൽ ആ ഉണ്ണിയെ ഞാൻ രക്ഷിച്ചോളാം. സത്യം പറ്റിയിട്ടില്ല, തീ ചാടി ചാവും. അത് കേട്ടപ്പോൾ ബ്രാഹ്മണന് സന്തോഷമായി. ആ ഉണ്ണിയുടെ മൃതശരീരം കയ്യിലെടുത്ത് ഭഗവാനെ നോക്കുക പോലും ചെയ്യാണ്ട് അവിടെ നിന്ന് പോയി. അർജുനനും ഭഗവാനെ തിരിഞ്ഞു കണ്ടുപോയി. ഇത്ര ഈ അർജുനനാക്കിയത് ഈ കൃഷ്ണൻ്റെ കാരുണ്യാണ് അല്ലേ? ബ്രാഹ്മണൻ ഉപേക്ഷിച്ചോട്ടെ. ബ്രാഹ്മണൻ്റെ 9 ഉണ്ണികളും മരിച്ചു, ഭഗവാൻ രക്ഷിച്ചിട്ടില്ല. അർജുനൻ്റെ കഥ അതാണോ? പക്ഷെ ഭഗവാന് സങ്കടം തോന്നിയില്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമുക്ക് വിജയം ഉണ്ടാകുമ്പോൾ നമ്മുടെ കേമത്തം, എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ എൻ്റെ ഭഗവാനെ അവിടെ നിന്ന് ഇങ്ങനെയാക്കി തീർത്തൂലോ അല്ലേ? ആ ബ്രാഹ്മണൻ ഓടിയനെ വരിക. വരവങ്ങനെ കണ്ടു ബ്രാഹ്മണൻ്റെ പത്നി. സന്തോഷമായിട്ടാണ് പറഞ്ഞേ. അതേ, ഭഗവാൻ നമ്മുടെ ഉണ്ണിക്ക് ജീവൻ തന്നുവോ? ഭഗവാൻ ഒന്നും തന്നിട്ടില്ല. ഇനിയൊരു ഉണ്ണി ഉണ്ടാവുക അച്ഛാ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭഗവാനോ? ഭഗവാനല്ല, പിന്നെ ആരാ? അർജുനൻ. അതും കേട്ട് അങ്ങോട്ട് പോകും. നിസാരക്കാരനല്ല അർജുനൻ. അർജുനനെ പോലെ ശക്തൻ ലോകത്താരുമില്ല. അറിയോ?
കൃഷ്ണൻ കൂടെ ഉള്ളതുകൊണ്ടല്ലേ? അല്ല, ഈ കൃഷ്ണൻ തന്നെ അർജുനൻ്റെ കൂടെ നടക്കുന്നത് അർജുനൻ്റെ സംരക്ഷണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അറിയോ? ഇതൊക്കെ അങ്ങോട്ട് ആരാ പറഞ്ഞേ? അർജുനൻ തന്നെയാണ് പറഞ്ഞത്. എന്താ? അവൻ കേവനാണ്, പൊട്ടൻ. അതും കേട്ടിട്ട് വന്നില്ല. അവൻ സത്യം ചെയ്തു. എന്ത്? കുട്ടിയെ രക്ഷിച്ചോളാം, രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ തീ ചാടി ചാവും. നന്നായി. അത് തീ ചാടി ചാവണതോ? ആ, കണ്ടോ സ്ത്രീകളുടെ മനസ്സ്? കണ്ട പാവങ്ങളാന്നല്ലേ തോന്നുക? എന്താ മനസ്സ് നോക്കൂ. അർജുനൻ തീ ചാടി ചാവുക, നന്നായി എന്നാണ്. എന്താണല്ലേ? ബുദ്ധിയുടെ ലക്ഷണം അത്. പുരുഷന്മാരെക്കാൾ ഇരട്ടി ബുദ്ധിയാണ് സ്ത്രീകൾക്ക്. കുരുട്ട് ബുദ്ധി അവർക്കാ കൂടുതൽ. അർജുനൻ തീ ചാടി മരിച്ചാൽ എന്താ ഉണ്ടാവുക? അർജുനൻ്റെ ഭാര്യ വിധവയാവും. അർജുനൻ്റെ ഭാര്യ കൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്ര. അപ്പോൾ തൻ്റെ സഹോദരി വിധവയായിക്കോട്ടെ എന്ന് കൃഷ്ണൻ വിചാരിക്കുമോ? അപ്പോൾ എന്ത് ചെയ്യും? കൃഷ്ണൻ രക്ഷിക്കും. അതാ ബുദ്ധി. പക്ഷേ ഈ ബുദ്ധി 3 ആൾക്കേ മനസ്സിലായിട്ടുള്ളൂ. ആർക്കാ? അർജുനൻ്റെ ഭാര്യയ്ക്ക്, കൃഷ്ണൻ്റെ ഭാര്യയ്ക്ക്, ബ്രാഹ്മണൻ്റെ ഭാര്യയ്ക്ക്. അർജുനന് മനസ്സിലായിട്ടില്ല, കൃഷ്ണന് മനസ്സിലായിട്ടില്ല, ബ്രാഹ്മണന് മനസ്സിലായിട്ടില്ല. പണ്ടൊരു കുട്ടി ഭഗവാനെ തപസ് ചെയ്യാൻ പോയി. കൊച്ചുകുട്ടിയാണ്, 9 വയസ്സേ ഉള്ളൂ. ആരെ തപസ് ചെയ്യാൻ പോയെന്നോ? ബ്രഹ്മാവിനെ. വേറെ ആരെയും കണ്ടില്ല. 99 വയസ്സായപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്താ വരം വേണ്ടേ? ഇനിയൊന്നും വേണമെന്നില്ല, കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കണ്ടുല്ലോ, അതെന്നെ ഭാഗ്യം, പൊക്കോളൂ. അല്ല, ഞാൻ അനുഗ്രഹിക്കും. ഒന്നും വേണമെന്നില്ല, ബുദ്ധിമുട്ടുണ്ട. ഞാൻ അനുഗ്രഹിക്കാനൊക്കെ പുറപ്പെട്ടാൽ ഒരു വരം തരാം. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരു വരം തരാം. അപ്പോൾ എന്താ മേടിച്ചെന്നറിയോ? മുത്തശ്ശി മേടിച്ച വരം. എൻ്റെ 5ാമത്തെ തലമുറയിലെ കുട്ടി സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടെന്ന് കാണണമെന്ന്. അപ്പോഴോ എനിക്ക് ചെറുപ്പമാവണം എന്നുള്ള വരം കിട്ടി, ഞാൻ സുന്ദരിയാവണം എന്നുള്ള വരം കിട്ടി, വിവാഹം കഴിയണം എന്നുള്ള വരം കിട്ടി, കുട്ടി ഉണ്ടാവണം എന്നുള്ള വരം കിട്ടി, അവർക്ക് സമ്പത്തുണ്ടാവണം വരം കിട്ടി. 7 തലമുറ കഴിയണ വരെ ഈ സമ്പത്ത് നിലനിൽക്കണം. ആ കുട്ടി സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടെങ്കിൽ 7 തലമുറ വരെ സമ്പൽ സമൃദ്ധി ഉണ്ടാവണം. 700 വർഷം, ചുരുങ്ങിയത് 600 വർഷമെങ്കിലും ഈ മുത്തശ്ശിക്ക് ആയുസ്സും ഉണ്ടാവണം. ഒരു വരെ മേടിച്ചോളൂ. എന്താ ബുദ്ധി? എന്തിനു പറയണു? ഈ കഥ നാട് മുഴുവൻ പ്രസിദ്ധമായി. ബ്രാഹ്മണൻ്റെ ഉണ്ണിയെ അർജുനൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു എന്ന കഥ. ബ്രാഹ്മണന് സന്തോഷമായി. ബ്രാഹ്മണൻ്റെ പത്നി ഗർഭം ധരിച്ചു. അർജുനൻ്റെ അടുത്തേക്ക് ഓടിയില്ലേ ബ്രാഹ്മണൻ? അർജുന, അർജുന, ആ ഇതാരാ ഈ വരണേ? എന്താ ബ്രാഹ്മണൻ, എന്തൊക്കെയാ വിശേഷം? എനിക്ക് വിശേഷമൊന്നുമില്ല. പിന്നെ ഭാര്യയ്ക്ക് വിശേഷമുണ്ട്. ആ, എന്താ ഭാര്യയുടെ വിശേഷം? ഭാര്യയ്ക്ക് വിശേഷമുണ്ട്. പറയൂ, എന്താ ഭാര്യയുടെ വിശേഷം? ഭാര്യയ്ക്ക് ഉണ്ടെന്ന്. കുടവയറോ? സൂക്ഷിക്കണം. ഇത് വന്ന് പെട്ടാ വലിയ വിഷമമാണ്. എനിക്ക് പണ്ടൊക്കെ നല്ലോണം ഉണ്ടായത്, ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്. ഇതുണ്ടായിരുന്ന കാലത്ത് ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? ചില ആൾക്കാർ പറഞ്ഞു കാലത്ത് എഴുന്നേറ്റ് ഓടിയാൽ കുറയുന്നു. വെറുതെ പറയാട്ടോ. ഞാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് എത്ര ഓടിക്കണമെന്ന് അറിയോ? ഒരു കുറയലും ഇല്ല. തന്നെയല്ല, കുറേശ്ശെ കൂടാനും തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഓടണവർക്കൊക്കെ വയറുണ്ട്. അപ്പോൾ എനിക്ക് സംശയമായി, ഇനി ഓടിയിട്ടാണോ അത് കൂടണേന്നാ. ചില ആൾക്കാർ വയറ് നിറയാൻ വേണ്ടി ഓടും, ചിലർ വയറ് കുറയാൻ വേണ്ടി ഓടും. ഇപ്പം ഞാൻ ഓടി ഇവിടെ വന്നേക്കുന്നത് വയറ് നിറയാനാ, ഇവിടെ നിന്ന് വല്ലതും കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലേ? ഇവിടെ കഥ എന്താ? അതല്ല അർജുന, എൻ്റെ പത്നിക്ക് ഗർഭമുണ്ട്. ഞാൻ പറയണ്ടേ? അർജുന വരൂ. ഇപ്പം ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? 9ാം മാസമാകുമ്പോൾ ആരേക്കും ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് പറയണു ഗർഭം പരിപൂർണമായി. അർജുനെ അറിയിച്ചു. അർജുനൻ അവിടെ വന്ന് ശരങ്ങളെ കൊണ്ട് ഒരു പ്രസവഗ്രഹം ഉണ്ടാക്കി. അവിടെ ആ ബ്രാഹ്മണ പത്നി അവിടേക്ക് പ്രവേശിപ്പിച്ചു. അന്തകാന്തകനായ മഹാദേവൻ്റെ ശിരസടിച്ച് പൊട്ടിച്ച് പാശുപതം മേടിച്ച ആ അർജുനനെ ജയിക്കാൻ അന്തകം പോലും ഇങ്ങോട്ട് വരില്ല, കാണട്ടെ എന്ന് പറഞ്ഞ് ആവനാഴി അക്ഷരലക്ഷം അസ്ത്രങ്ങൾ തൊടുത്ത് അവിടെ നിൽക്കണു. ബ്രാഹ്മണൻ്റെ ഇല്ലത്ത് മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു. നാരായണ വാസുദേവ മുരാന്തക കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് ആളുകൾ നിറഞ്ഞിരിക്കണു അവിടെ. അകത്തുനിന്ന് കരച്ചിൽ കേട്ടു. കുട്ടിയുടെ കരച്ചിലല്ലേ? അല്ല, വീണ്ടും ബ്രാഹ്മണ പത്നിയുടെ കരച്ചിൽ. അയ്യോ എന്നുള്ള നിലവിളി. അത് കേട്ട് അനവധി ആളുകൾ അവിടേക്കാണ് ഓടി. അവിടെ ചെന്നപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ
ഉണ്ണിയുടെ മൃതശരീരം പോലും കാണാനില്ല. അയ്യോ എന്നുള്ള നിലവിളിയാ. പ്രസവിച്ച ആ ഉണ്ണി നിലത്തേക്കാണ്ട് വീണു. അതോടെ ഉണ്ണിയെ കാണാനില്ലാണ്ടായിരുന്ന ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരലും കാണാണ്ടാവില്ല, ഒരുമിച്ചായി. എല്ലാവരും നിലവിളിച്ചു. അഗ്നി പോലെ ജ്വലിച്ച ബ്രാഹ്മണൻ അർജുനെ പിടിച്ചവിടെ നിർത്തി. എടാ കൊള്ളരുതാത്തവനെ അർജുന, നിന്റെ വാക്ക് കേട്ട് എൻ്റെ കൃഷ്ണനെ ഞാൻ മറന്നതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. നീയല്ലേ തീ ചാടി ചാവാൻ പോയി മരിക്കുക അർജുന. അത് കേട്ടപ്പോൾ അർജുനൻ അവിടെയൊക്കെ അന്വേഷിച്ചു. സകല ലോകങ്ങളിലും നോക്കി കാണാനില്ല. നേരെ തീ ചാടി മരിക്കണേക്ക് മുമ്പ് അവസാനം ഗംഗാസ്നാനം ചെയ്യാൻ വേണ്ടി ആ ഗംഗയിലേക്ക് പുറപ്പെട്ടു. ഗംഗയിൽ ചെന്ന് മുങ്ങുമ്പോൾ അങ്ങനെ ആലോചിച്ചു, കൃഷ്ണ, ഈ ഭഗവാന്റെ കൂടെ ഗംഗയിൽ ഞാൻ പണ്ട് മുങ്ങിയിട്ടുണ്ട്. അന്ന് കണ്ണനോട് ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണ ഈ ഗംഗ എങ്ങനെയാ ഇത്ര പവിത്രയാവണേ എന്ന്. അപ്പോൾ പറഞ്ഞു, നിന്നെ പോലുള്ള ഭക്തന്മാർ മുങ്ങണോണ്ടാണ് എന്ന്. കൃഷ്ണ, അങ്ങയെ മറന്ന ഞാൻ ഈ മഹാഭാവി ഗംഗയിൽ മുങ്ങുമ്പോൾ ഈ ഗംഗ മലിനമാവില്ലേ കൃഷ്ണ? ആവട്ടെ, ഇനിയും ഭക്തന്മാർ മുങ്ങി ഈ ഗംഗയെ പവിത്രയാക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഗംഗയിൽ അവസാന സ്നാനം. ആഗ്നേയാസ്ത്രം കൊണ്ട് പട്ടട ഇങ്ങനെ ആളിക്കത്തുണ്ട്. അവിടേക്ക് ഇങ്ങനെ നടക്കുക അർജുനൻ. ആ നടക്കുമ്പോൾ കൃഷ്ണായ നമ, ഗോവിന്ദ മുരാന്തക, കണ്ണാ 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 എന്ന് വിളിക്കുമ്പോൾ അർജുനൻ ആലോചിച്ചു, ഈ ഉണ്ണിയെ രക്ഷിക്കാൻ പുറപ്പെട്ട എൻ്റെ ധർമ്മ ചിന്തകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുപറ്റിയോ? ഞാൻ എന്തെങ്കിലും മറന്നു. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരാളെ ഞാൻ മറന്നു. എൻ്റെ കൃഷ്ണനെ, ഈ അർജുനനെ വില്ലാളി വീരനാക്കിയത് കൃഷ്ണനാണ് എന്ന് ഞാൻ മറന്നു. എനിക്കെല്ലാം തന്നത് എൻ്റെ കണ്ണനാണെന്ന് ഞാൻ മറന്നു. ഇനി ഞാൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല. ബ്രാഹ്മണൻ്റെ ഉണ്ണിയെ രക്ഷിക്കാന്നുള്ള വാക്ക് പരിപാലിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, കൃഷ്ണനെ മറന്നില്ലേ ഞാൻ. ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണേ? ആളിക്കത്തന പട്ടടയിലേക്ക് അവസാന പ്രദക്ഷിണം. കൃഷ്ണായ നമ, ഗോവിന്ദായ നമ, ഗോപീജനവല്ലഭായ നമ, ഓം വരായ നമ, പരംപുരുഷായ നമ, കൃഷ്ണ ഹരേ എന്ന് വിളിച്ച് ആ തീയിലേക്ക് എടുത്തു ഒരു ചാട്ടം അർജുനൻ. പക്ഷേ അർജുനൻ തീയിൽ വീഴുന്നതിന് മുമ്പ് ആരോ ആ തീയിൽ നിന്ന് അർജുനെ പിടിച്ചു വലിച്ച് നിലത്തേക്ക് അങ്ങനെ ഇട്ടു. ആരാ തന്നെ തീയിന്ന് പിടിച്ചു വലിച്ചിട്ടേന്നറിയാൻ അർജുനൻ അങ്ങോട്ട് നോക്കിയപ്പോ ആശ്ചര്യം, മഹദാശ്ചര്യം, അഹോ സർവം മമഗ്രത ദൃശ്യതേ ശാംഭവം വൈഷ്ണവം തേജ സർവലോകൈക കാരണം. അത്യത്ഭുതം, ആശ്ചര്യം. എന്താ കാരണം? സർവലോകത്തിനും കാരണമായ ആ വൈഷ്ണവ തേജസ്സേനെ കാണണോ? മിന്നും പൊന്നിൻ കിരീടം, തരിവള കടകം, കാഞ്ചി പൂഞ്ചേലമാല, ധന്യശ്രീവത്സതൽ കൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം. ആ ഭഗവാനെ എന്നെ കണ്ടു. കൃഷ്ണ എന്ന് പറഞ്ഞ തിരുമാറത്തേക്ക് വീഴുമ്പോൾ കെട്ടിയനെ പിടിച്ചു അർജുനനെ. അർജുന, എന്നെ മറന്നുല്ലേ നീയെ? എവിടെ പോകുമ്പോഴും എന്നെ വിളിക്കണതല്ലേ നീയെ? നീ എന്നെ മറന്നു അർജുന. ഈ ബ്രാഹ്മണൻ്റെ ഉണ്ണിയെ രക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണ്ടേ? രക്ഷിക്കാൻ പറ്റാണ്ട് മരിക്കേണ്ടി വന്നാൽ അർജുന, ഈ കൃഷ്ണൻ ചാരമായതിനു ശേഷേ നിന്റെ രോമം പോലും കത്തുള്ളൂ. വരുമോ? പിടിച്ച് തേരിൽ കയറ്റി പ്രാപ്തോ വൈകുണ്ഠലോകം. വൈകുണ്ഠത്തിലേക്ക് പ്രാപ്തോ വൈകുണ്ഠലോകം. വൈകുണ്ഠത്തിലേക്കാണ് പ്രവേശിച്ചോ. അവിടെ ചെല്ലുമ്പോൾ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവി ഭൂമി ദേവി ഒക്കെ ഉണ്ട്. അവിടെ 10 ഉണ്ണികളും അവിടെ നിരന്നിരിക്കുന്നുണ്ട്. ഇതാ ബ്രാഹ്മണൻ്റെ അതേ ചായ അല്ലേ? അങ്ങോട്ട് നോക്കും, മുഖത്തേക്ക് നോക്കും. ഇത് 2ാമത്തെ കുട്ടിയാ. ഇത് നല്ല സുന്ദരി കുട്ടിയാണ്. ഇത് ബ്രാഹ്മണൻ്റെ ചായ അല്ല, അമ്മയുടെ ചായ.
ബ്രാഹ്മണൻ്റെ ചായണി വരുന്നത് ബലേ. ഇത് ഇത്രയും പ്രായമായ ഒരു കുട്ടിയോ? ഇത് ബ്രാഹ്മണൻ്റെ കുട്ടിയൊന്നുമല്ല. നീ ബ്രാഹ്മണന് വേറെ സംബന്ധം എന്തെങ്കിലും അതല്ല. നേരിക്കൊണ്ടൊരു കുട്ടി. എന്താണ്? ബ്രാഹ്മണൻ്റെയും പത്നിയുടെയും ചായയാണ്. നല്ല സുന്ദരി കുട്ടി. ഒന്ന് എണീറ്റ് നിൽക്കി കാണട്ടെ. അതും എണീറ്റ് നിന്നാൽ മതി, അതും വന്നാലും മതി. നോക്കട്ടെ. അങ്ങോട്ട് തിരിയും, അവർ കണ്ടോട്ടെ. ഇരുന്നോളൂ. ഇത്ര സുന്ദരി കുട്ടിയെ നിങ്ങളെ ബ്രാഹ്മണൻ്റെ കുട്ടിയാ. അങ്ങനെ 10 ഉണ്ണികളെയും തേരിലേറ്റി ഞാൻ പോണുണ്ടോ. മൂത്ത പുത്രനാണ് പോണത്. നല്ല പ്രായമായി, ആദ്യത്തെ പുത്രനാണ്. അപ്പോൾ 10 പുത്രന്മാരായി. എല്ലാവരും തേരിലേറ്റി തേരും കൊണ്ടിങ്ങോട്ട് പോന്നു. തേരിന് കുതിരക്കുളമ്പടി കെട്ടപ്പോഴേക്കും ബ്രാഹ്മണൻ അവിടെ ഇല്ലത്തെ എല്ലാവരും കൃഷ്ണ, നാരായണ, മുരാന്തക, വാസുദേവ എന്ന് വിളിക്കുമ്പോൾ തേരവിടെ വന്നിറങ്ങി. അതിൽ നിന്ന് ഓരോ ഉണ്ണികളായിട്ട് ഇറങ്ങി. 10ാമത്തെ ഉണ്ണിയെ ഭഗവാൻ കയ്യിലെടുത്ത് താരാട്ടുപാടി ഉമ്മ വെച്ച് അർജുനന് കൊടുത്തു. അർജുനൻ ബ്രാഹ്മണൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ബ്രാഹ്മണ ഭഗ്നി തട്ടിപ്പറിച്ചു. ഉണ്ടായിട്ട് അമ്മിഞ്ഞ പോലെ കൊടുത്തിട്ടില്ല. ഉണ്ണീവർ മാറോട് ചേർത്തു. ബ്രാഹ്മണൻ ചോദിച്ചു, ഞാൻ എന്താ അർജുന അങ്ങേക്ക് തരണ്ടേ? എന്താ കൃഷ്ണ ഞാൻ ചെയ്യണ്ടേ? ഞാൻ ആദ്യം ഒന്ന് നമസ്കരിക്കട്ടെ. അരുത്, എൻ്റെ ഭക്തന്മാർ എന്നെ നമസ്കരിക്കണേ, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ നമസ്കരിക്കാറില്ലേ? നമുക്ക് നമസ്കരിക്കാം. കാരണം എന്താ? എൻ്റെ ഭക്തന്മാർ എന്നെ നമസ്കരിക്കണത് എനിക്കിഷ്ടമല്ല എന്നല്ലേ ഭഗവാൻ പറഞ്ഞേ? അല്ലേ? നമ്മളൊക്കെ ഭക്തന്മാരാന്ന് ഇവിടെ ആരാ പറഞ്ഞേ? അമ്പലത്തിൽ ചെന്ന് ഉരുണ്ട് വീണാൽ സ്വാമിയേ ശരണയ്യപ്പ ഉരുണ്ട് വീണതാ, നമസ്കരിച്ചൊന്നുമല്ല. അത് തന്നാൽ ഇത് തരാം അല്ലേ? മകളുടെ വേളി നടത്തി തന്നാൽ പട്ടുകോണം തരാം. ഇതിൻ്റെ പേര് വ്യവസായം എന്നാ, ഭക്തിയല്ല. ബ്രാഹ്മണനോട് പറഞ്ഞു എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി എന്നാ. 2 കൈ ഉയർത്തി കൃഷ്ണനെയും അർജുനനെയും അനുഗ്രഹിച്ചു ബ്രാഹ്മണൻ. അർജുനൻ ഭഗവാന്റെ തൃക്കാക്കലും നമസ്കരിച്ച പാതാരവിന്ദങ്ങളെ കെട്ടിപ്പിടിച്ചു. അവിടെ കൂടി എല്ലാവരും ഭഗവാനെയും കൃഷ്ണനെയും ഉറക്ക സ്തുതിച്ചു. കൃഷ്ണ, അർജുന ജയിക്കട്ടെ ജയിക്കട്ടെ പറഞ്ഞു. ഭഗവാന്റെ നാമങ്ങൾ കൃഷ്ണായ നമ, ഗോവിന്ദായ നമ, ഗോപീജനവല്ലഭായ നമ എന്ന് പറഞ്ഞ് ഭഗവാന്റെ തിരുനാമങ്ങളെ കൊണ്ട് ഘോഷിച്ചു. അർജുന തൃപ്പാദം മുറുക്കി പിടിച്ച്, കൃഷ്ണ ഇനിയും ഈ അഹങ്കാരിയുടെ മനസ്സിൽ അവിടുത്തെ മറക്കാനുള്ള അവസരം ഉണ്ടായാൽ ഓടി വന്ന് അടിയൻ്റെ അഹങ്കാരം തീർത്ത് അനുഗ്രഹിക്കണേ കൃഷ്ണ. ഇതെല്ലാം അവിടെ നിന്നാണെന്ന് ഞാൻ അറിയണു. ഒരു മണൽത്തരി മറയണമെങ്കിൽ, അരയാലിൽ അനങ്ങണമെങ്കിൽ, വെള്ളത്തിലെ കുമിള പൊട്ടണമെങ്കിൽ ഈ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം ഞാൻ അറിയണു എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമസ്കരിച്ചു. അങ്ങനെ ഒരു ഉണ്ണിക്ക് വേണ്ടി കാത്തിരുന്ന ബ്രാഹ്മണന് 10 ഉണ്ണികളെയും പ്രദാനം ചെയ്ത് സന്താനഗോപാലമൂർത്തിയായി ആയവടെ ശോഭിച്ച ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളെ രക്ഷിക്കട്ടെ.